ചില ആളുകൾ മുസ്ലിംസിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള രണ്ടാള് ഒരു വീഡിയോയിൽ ഒരുമിച്ചിരുന്ന് വീഡിയോ ചെയ്താൽ എന്താണ് അവസ്ഥ? ആ ഒരു വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ മുസ്ലിംസിനെതിരെ വളിവാരി എറിയും. ഇങ്ങനെ വള്ളി വിടാന്നല്ലാണ്ട് വേറെ വല്ലതിനും പറ്റുമോ നിന്നൊക്കെ? അപ്പോൾ നമുക്കിന്ന് രണ്ട് വേട്ടാവളിയന്മാർ രണ്ട് റൂമിലിരുന്ന് ചെയ്ത വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ആരിഫേട്ടനെ അറിയാലോ. ആരിഫേട്ടന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കരാട്ടക്കാരൻ വന്നു. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ചെയ്ത ഒരു ലൈവ് വീഡിയോ ഉണ്ട്. ആ ലൈവ് വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം കുറെ ലെങ്തി ആയിട്ടുള്ള ലൈവാണ്. ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ആരിഫേട്ടൻ ഷോർട്സ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഇന്ന് റിയാക്ട് ചെയ്യാം. ആരിഫേട്ടൻ ഭയങ്കരമായിട്ടുള്ള എഡിറ്റർ ആണ്. ആരിഫേട്ടൻ ഭയങ്കരമായിട്ടുള്ള എഡിറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയാം. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചത് ഇവർ ഷോർട്സ് ആക്കിയില്ലേ, അപ്പൊ സ്ക്രീന് വല്ലാത്തൊരു കൊല്ലത്തിലാണ് ആരിഫേട്ടൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയത്. മനസ്സിലായോ? സ്ക്രീന് എങ്ങനെയാ ഉള്ളതെന്നറിയോ? ഒരു 65% കരാട്ടക്കാരൻ മാത്രം താഴെ. മുകളിൽ വലതുവശത്ത് ആരിഫേട്ടൻ, മുകളിൽ ഇടതുവശത്ത് വീണ്ടും കരാട്ടക്കാരൻ. രണ്ട് പൊട്ടന്മാരെയും ഒരേ സമയത്ത് ഇതേപോലെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതൊക്കെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. നമ്മളൊന്ന് ആലോചിക്കണം, ഈ ലോകത്തെ മുസ്ലിങ്ങൾ ഇത്രയും സമാധാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു രാജ്യം. അതായത് കരാട്ടക്കാരൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണ് മുസ്ലിങ്ങൾ ഇത്രയും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രാജ്യം വേറതില്ല. അത്രയും സമാധാനത്തോടു കൂടിയിട്ടാണ് പോലോ ഇന്ത്യയിൽ മുസ്ലിംസ് ജീവിക്കുന്നത്. ബുദ്ധിയുള്ള ആൾക്കാരാണ് മലയാളികൾ. ആ മലയാളികളോട് തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുക. ബുദ്ധിയില്ലാന്ന് വീണ്ടും തെളിയിച്ചല്ലേ പൊട്ട. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് കരാട്ടക്കാരനെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാനും. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിലാക്കാനുള്ള കഴിവില്ല. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? പിന്നെ ചാടി വീണ് ഖത്തറുണ്ട്, അറബ് രാജ്യം ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. അല്ലാതെ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ ആണോ? ഇത് ഞങ്ങളോട് തന്നെ പറയണം കേട്ടാ. ഈ മലയാളികളോട് പറയുന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനും. വിവരമില്ലാത്ത ഒരാളായതിനെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സിമ്പിളായിട്ട് ആ ആളുകളോടൊക്കെ പറയുന്നതാണ്, ഈ ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവ് ചെയ്ത് എന്തെങ്കിലും ഒന്നിനൊന്ന് വിമർശിച്ചു നോക്കൂ. കരാട്ടക്കാരാ, ഖത്തർ രാജാവിനെ ഒന്നും വിമർശിക്കേണ്ട ആവശ്യം ആ രാജ്യത്തുള്ള ആർക്കും വരുന്നില്ല. കാരണം അവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് 1000 പ്രാവശ്യം ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ പലതും ചിന്തിക്കാതെ ഒന്നും ചെയ്യുന്ന ആൾക്കാരൊന്നല്ല, മനസ്സിലാക്ക്. അതേസമയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ എത്ര വേണമെങ്കിലും വിമർശിക്കുമല്ലോ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള സാധാരണക്കാര് വിമർശിക്കും. കാരണം അങ്ങനെ വിമർശിക്കാതെ നിൽക്കാൻ ഇത് രാജഭരണമൊന്നുമല്ല, അല്ലെ? രാജഭരണമാണെങ്കിൽ അവരെ വിമർശിക്കാൻ നമുക്ക് അധികാരം വളരെ കുറവാണ്. നമ്മുടെ രാജ്യം രാജഭരണമല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും വിമർശിക്കേണ്ട ആൾക്കാർ വിമർശിക്കും. കരാട്ടക്കാരൻ പറഞ്ഞില്ലേ നരേന്ദ്രമോദിജിയെ വിമർശിക്കുന്നുവെന്ന്. വിമർശിക്കാനുള്ള കാരണം എന്താ? മോദിജി ഭരിക്കുന്ന കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് മറ്റൊരു മതത്തിന്റെ ആളുകളെ കൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിമർശിക്കും. വർഗീയത ഉണ്ട് എന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ വിമർശിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തും ചെയ്യാ, ഏത് രീതിയിലും മുന്നോട്ട് പോകും. എന്തും ചെയ്ത് ഏത് രീതിയിലും മുന്നോട്ട് പോകുന്ന ആളുകൾ ആരാണെന്നറിയോ? നമ്മുടെ രാജ്യത്ത് അത് മുസംഗികളാണ്. കാരണം അവന്മാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിവിവരമില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. സെപ്റ്റിക് ടാങ്കിൽ കൈട്ട് വാരിത്ത് നിന്ന ആൾക്കാരോട് അത് തിന്നരുത്, അത് മോശപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവന്മാർ അങ്ങനെ തിന്ന് ജീവിച്ചു പോയില്ലേ? പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവന്മാർ വാരി തിന്നട്ടെ. മുസ്ലിങ്ങൾ വളരെ വലിയ സമാധാനത്തിൽ ജീവിക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ഭാരതം. ഇവർക്കൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ലോകത്ത് തന്നെ ഏറ്റവും സമാധാനത്തോടെ മുസ്ലിംസ് ജീവിക്കുന്ന രാജ്യമാണ് ഭാരതം എന്ന് പറഞ്ഞത്. ഇവൻ ശരിയായ ഒരു മുസംഗി തന്നെയാണ്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്നൊന്നും പറയൂല, ഭാരത് എന്ന് തന്നെയാണ് പറയുള്ളൂ. ഇവനെ പോലെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്നാലും പറഞ്ഞു കൊടുക്കാതെ നിവൃത്തിയില്ല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ക്രൂരത അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്കും സ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞാൻ ഞങ്ങൾ വിശ്വസിക്കുക. പറയുന്ന അയൽ രാജ്യത്ത് പാകിസ്ഥാനിൽ പോയിട്ട് ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ബോംബ് പൊട്ടൂലേ? അത് പുതിയ അറിവാണ്. പാകിസ്ഥാനിലുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വരുമ്പോൾ അവിടെ ബോംബ് പൊട്ടും പോലെ. ഞാൻ ഇന്നലെയും ഒരു വാർത്ത കണ്ടിരുന്നു. പാകിസ്ഥാനിൽ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ആ പള്ളിയിൽ ബോംബ് പൊട്ടിയിട്ട് 10-60 പേര് മരിച്ചു എന്ന്. അല്ലേ കരാട്ടക്കാരാ? പുതിയ അറിവൊക്കെ കരാട്ടക്കാരന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? ചാണകം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആരിഫേട്ടനെ അങ്ങോട്ട് മാറ്റി നിർത്ത്. ആരിഫേട്ടനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. ആയിക്കില്ല, 2-3 ദിവസത്തിനുള്ളിൽ എന്തായാലും ആ വീഡിയോ വരും. അപ്പം കരാട്ടക്കാരന്റെ വീഡിയോ മാത്രം കണ്ടിട്ട് നല്ല കനത്തിൽ തന്നെ കൊടുക്കുക. ഇതുവരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ, പ്ലേ ചെയ്യാം. എന്തൊരു വിഷയം വരുന്ന സമയത്തും സ്വന്തം യുക്തി വെച്ചിട്ടൊന്ന് ചിന്തിക്കണം. നിനക്ക് യുക്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? മൊയന്തെ എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ലാലോ. മൊയന്ത് പോലത്തെ ആളാണ് ഇവന് പറയുന്നതാണ്. ഇവന്റെ യുക്തി വെച്ചിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് സത്യം പറഞ്ഞ യുക്തി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നീ ഒരു മൊയന്താണ്. മറ്റ് തീവ്ര ചിന്താഗതി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു പറഞ്ഞത് ഒരു അല്ലാണ് മുത്ത ഇതിനെ കൊണ്ട് കോമഡി കേട്ടാ, തമാശ പറയുന്നില്ല. ഇത് മൊയന്താണെങ്കിലും ചില സമയത്ത് സക്രാത്തിൽ നിൽക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കും.
നിർത്താതെ സംസാരിക്കല്ലേ, അപ്പൊ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ വരും. ആ വിട് അത് വിട്, ബാക്കി പറ. അല്ലാതെ ഹമാസിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് മെസ്സേജുകൾ. ഹമാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫസൽ കാരാട്ടിനും 10,000-കണക്കിന് മെസ്സേജ് വരുന്നുണ്ടെന്നാണ് ഫസല് പറയുന്നത്. ഫസലെ, നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ അവരെ കുറ്റം പറയുമ്പോൾ നിനക്ക് 10,000-കണക്കിന് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നീ പറയുന്നതിൽ തീർച്ചയായിട്ടും മണ്ടത്തരവും പൊട്ടത്തരം മിക്സ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളല്ലേ നീ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ മെസ്സേജ് അയക്കുന്ന ആളുകളോടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവരെ പിന്നെ മെസ്സേജ് അയക്കൂല. എനിക്കും നിങ്ങൾക്കൊക്കെ ഈ പറയുന്ന കമന്റ് ബോക്സുകൾ വെളിവുള്ള ആർക്കെങ്കിലും ഈ ഹമാസിനെയൊക്കെ അനുകൂലിക്കാൻ പറ്റി? വെളിവുള്ള ആരെങ്കിലും ഹമാസിനെ പിന്തുണക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി അവർക്കെതിരെ പോരാടിയത് ഓർമ്മയുണ്ടോ? ഉണ്ടാവൂല. കാരണം നിങ്ങളെ പോലെയുള്ള സംഖ്യകൾ ആ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ചൂനക്കി നടന്നതാണ്. ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന നമ്മുടെ പൂർവികരെയൊക്കെ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കുവോ? ഒരിക്കലും വിളിക്കൂല. കാരണം അവർ ചെയ്യുന്നത് സമരമാണ്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഹമാസും ചെയ്യുന്നത്. അത് മനസ്സിലാക്ക്, വിവരമില്ലാത്തതേ. ഹമാസ് എന്ന് പറയുന്നത് അതൊരു ഭീകര സംഘടനയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഹമാസ് എന്ന് പറയുന്ന സംഘടന ഭീകര സംഘടനയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാനൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ആൾക്കാർ ഏതൊക്കെ വഴികളിലൂടെ പോയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം അവരവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരെ ഭീകര സംഘടന എന്ന് വിളിക്കാൻ മുസ്ലിംസിന് എന്തായാലും പറ്റൂല. പിന്നെ ബുദ്ധിയും വരെയുള്ള മറ്റുള്ള മതക്കാർക്കും തീരാൻ പറ്റൂല. നിന്നെ പോലെ വിവരമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറ്റും. എടാ, ഇവനിക്കൊക്കെ ഇങ്ങനത്തെ സൗണ്ട് എവിടുന്നാടാ കിട്ടുന്നത്? ഞമ്മക്കൊന്നും പറ്റൂല, അത് അവൻ തന്നെ ഉണ്ടാക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, സെപ്റ്റി ടാങ്കിൽ നിന്ന് വാരി തിന്നുന്നത് പോലെയല്ലേ വാരി തിന്നുന്നത്. അപ്പൊ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ സ്വാഭാവികമാണ്. അല്ലാണ് മുത്തേ, ഇവനെ കൊണ്ട് കോമഡിയാണ് കേട്ടോ. തമാശ പറഞ്ഞല്ല, ഇവന്റെ വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓ, ഗതികെട്ടവന്മാരെന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്തായാലും ബാക്കി പറ. ഇദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു ബില്യന് ഒന്നുമല്ല, പാരമ്പര്യമില്ല. പാരമ്പര്യം നിനക്കുണ്ടോ? നിനക്ക് ഈ ബില്യണർ ആയിട്ടുള്ള ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ നീ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അതാണ് പറയുന്നത്. ഓരോരുത്തർ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ് അവര് ബില്യണറും അതേപോലെ തന്നെ പിച്ചക്കാരനൊക്കെ ആയി പോകുന്നത്. ഇല്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല. ഇവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. മാനസിക രോഗിയായതിനെ കൊണ്ട് തന്നെ പല രീതിയിലുള്ള റിയാക്ഷനും ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതേപോലത്തെ മൊയന്തുകളൊക്കെ കാണുമ്പോൾ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 എണ്ണം പൊട്ടിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യാം. ബൈ.